മുഖ്യമന്ത്രിക്ക് ഇന്ന് പ്രഭാത ഭക്ഷണം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി സതീശൻ വളരെ വ്യത്യസ്തനാണ് എന്നൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ഇന്ന് ബക്രീദ് ബലിപെരുന്നാൾ. അതിനായി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് മുഖ്യമന്ത്രി ഇന്ന് പ്രഭാത ഭക്ഷണം കഴിക്കാൻ പാണക്കാട് തറവാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പുതുമ ഉള്ള കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയായിട്ടാണെങ്കിലും ഒരു മന്ത്രിയായിട്ടാണെങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വി ഡി സതീശൻ ഒരു ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടപ്പനക്കൽ തറവാട്ടിൽ വെച്ച് തന്നെ ആകണമെന്നൊരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അല്ലാതെ യാദൃശ്ചികമാണോ എന്നറിയില്ല. ആ ഒത്തുചേരലിന് ശേഷം അദ്ദേഹം കേരളത്തിന് നൽകിയ സന്ദേശം ഏറ്റവും മഹത്തരമാണ്. അതായത് ഏത് ഉത്സവമായാലും ഏത് മതത്തിൻ്റെ ആഘോഷമാണെങ്കിലും അത് തീർത്തും പരസ്പരമുള്ള ഒരു കൂടിച്ചേരലിൻ്റെ ഒരു ആഘോഷമാക്കി ഇനി മാറ്റണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയും ഇതുവരെ പറഞ്ഞിട്ടുണ്ടാകില്ല എന്ന് മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ടാകില്ല. അതുകൊണ്ട് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ ബലിപെരുന്നാൾ സന്ദേശം കേരളത്തിൻ്റെ ചരിത്രത്തിലെ സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെടും എന്നത് തീർച്ചയാണ്. കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് കണ്ട വർഗീയ ശക്തികളുടെ അമിതമായ ഇടപെടൽ, അവരുടെ രാഷ്ട്രീയത്തിലെ വർഗീയവൽക്കരണം, ഇവ കേരളത്തിൻ്റെ ഭാവിയിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി നേരിട്ടെത്തി അതും ഏറ്റവും സുപ്രധാനമായ ഒരു ദിവസം ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വി ഡി സതീശനെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പലരും തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയത് നമ്മൾ കണ്ടു. അതിൽ പ്രധാനപ്പെട്ടത് സതീശൻ എന്ന പേരിനൊപ്പം മേനോൻ എന്ന തൻ്റെ പിതാവിൻ്റെ പേര് ചേർത്തതാണ്. ഇതുവരെ ഇല്ലാത്ത മേനോൻ എന്ന പേര് വന്നത് സവർണ മേധാവികളെ സുഖിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ള ഒരു വ്യാപക പ്രതിഷേധം എല്ലാവരും പൊക്കിക്കൊണ്ടുവന്നു. ആരും പ്രതീക്ഷിക്കാത്ത കാര്യത്തിൽ സതീശൻ്റെ ഭാഗത്തു നിന്നും ജാതി രാഷ്ട്രീയം വന്നുവല്ലോ എന്ന് പലരും ആശങ്കപ്പെട്ടു പോയി. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അത് ചർച്ച ചെയ്തു. മറ്റു ചിലർ വർഗീയവാദികൾക്കിടയിൽ, പ്രത്യേകിച്ച് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ചങ്ങാതിയാണ് സതീശൻ എന്ന ചാപ്പ കുത്തി തകർക്കാൻ നോക്കി. അതും പോരാഞ്ഞിട്ട് ക്രൈസ്തവ സഭ സന്ദർശിച്ച സതീശനെ മതമേലധ്യക്ഷന്മാരുടെ തിണ്ണനിരങ്ങി എന്നും വിളിച്ചു. എന്നാൽ യഥാർത്ഥ മതേതരവാദിയായിരിക്കണം ഒരു കോൺഗ്രസ് നേതാവ് എന്ന് തെളിയിക്കുന്നതാണ് വി ഡി സതീശൻ്റെ സമയോചിതമായ ഓരോ ഇടപെടലുകളും. ആ നീക്കങ്ങൾ മുഴുവൻ അതിൻ്റെ ഭാഗമാണ്. ഈ പുണ്യദിനത്തിൽ പാണക്കാട്ടെത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും അതുതന്നെയാണ്. വർഗീയതയുടെ ചാപ്പ കുത്തുന്നവർക്ക് മുഖമടച്ചു കൊടുത്ത മുഖ്യമന്ത്രി സതീശൻ്റെ ഇന്നത്തെ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. തീർച്ചയായിട്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് മലബാറിലേക്ക് വരുന്നത്. ആദ്യത്തെ സന്ദർശനം പാണക്കാട് തറവാട്ടിൽ വന്ന്, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ദിവസം, ഈ പെരുന്നാൾ ദിവസം കണ്ട് തങ്ങളെയും കുടുംബാംഗങ്ങളെയും കുഞ്ഞാലി സാഹിബ് അടക്കമുള്ള നേതാക്കളെയും സഹപ്രവർത്തകരെയും എല്ലാം കാണാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങൾ പ്രഭാത ഭക്ഷണം ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. ഞാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും എല്ലാ മതപരമായ ചടങ്ങുകളിലും ജാതി മത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് അവരാഘോഷിക്കാൻ കഴിയുന്ന, കുടുംബങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്ന് ആഘോഷിക്കാൻ കഴിയുന്ന ദിവസങ്ങളായി ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ മാറണം. അതാണ് നമ്മുടെ ആഗ്രഹം. അത് കേരളത്തിൽ നടപ്പാക്കുക എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. തീർച്ചയായിട്ടും ഇന്ന് വന്ന് ഈ കുടുംബത്തിൽ വന്ന് പാണക്കാട് തറവാട്ടിൽ വന്ന് ഈ ചടങ്ങിൽ ഈ പെരുന്നാളിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ എല്ലാവരുമായി പങ്കുവയ്ക്കുന്നു. എല്ലാവർക്കും ഈ പെരുന്നാളിൻ്റെ ആശംസകൾ കൂടി നേരുകയാണ്. റൈഡുമായിട്ട് ബന്ധപ്പെട്ട് ഏതായാലും CM പറഞ്ഞ പോലെ അദ്ദേഹം സത്യപ്രതിജ്ഞ നടത്തിയതിന് ശേഷം മലബാറിലേക്ക് വരികയാണ്. അപ്പോൾ ഏതായാലും ഇവിടെ വന്നു. ഇന്നിപ്പോൾ പെരുന്നാൾ ദിവസം കൂടി ആയപ്പോൾ ഇന്നലെ ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ ഇവിടെ വരാം, വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഞാൻ കോഴിക്കോട്ടേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. ഏതായാലും സന്തോഷമുണ്ട്. ഈ നല്ല സുദിനത്തിൽ CMന് ആതിഥ്യം വരളാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാത്തിലും ആശംസകൾ നേരുന്നു.